വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് എവിടേക്കാണ് പോകണമെന്ന് തമ്പനയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? സാറ്റർഡേ ഈവനിങ് ആട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ നയാഗ്ര പോകണം. അപ്പോൾ പോണ വഴിക്കൊക്കെ ഇവിടെയുള്ള ഡൗൺ ടൗണിലത്തെ കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. നല്ല തിരക്കുള്ള ഒരു ദിവസം കൂടിയായിരുന്നു. അപ്പോൾ ഈ സ്ഥലമൊക്കെ ശരിക്കും നൈറ്റ് കാണാനാണ് രസം. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് എന്തായാലും അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ദേ പാർക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നടക്കുകയാണ്. പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഫോളിൻ്റെ അവിടേക്ക് അത്യാവശ്യം കുറച്ച് നടക്കാണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു വീക്കെൻഡ്സ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നടന്ന് വരണ വഴി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്നാണ് കേട്ടോ ഫോൾസ് സ്റ്റാർട്ട് ചെയ്യണത്. ഈ വെള്ളമൊക്കെ എത്ര ക്ലിയർ ആണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അത്രയും പ്യുവർ ആയിട്ടുള്ള വെള്ളമൊക്കെ ആയിരുന്നു. പിന്നെ ഈ കാണുന്നതൊക്കെ ഇവിടെ ഫോൾസിൻ്റെ അടുത്തുള്ള സ്റ്റാർ ഹോട്ടൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ അക്കോമഡേഷൻസൊക്കെ ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ശരിക്കും ഫോളിൻ്റെ അവിടേക്ക് പോവാണ്. അപ്പോൾ ശരിക്കുള്ള വ്യൂയിങ് സ്പോട്ടിലൊക്കെ നിറച്ച ആൾക്കാർ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് അടുത്ത തിരക്കൊന്ന് കുറയാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷേ തിരക്കൊന്നും കുറയണ ലക്ഷണമില്ല. അപ്പോൾ പിന്നെ കിട്ടിയ സ്ഥലത്തൊക്കെ കയറി നിന്ന് ഞങ്ങൾ ഫോൾസ് എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ വാചകടിച്ച് നിങ്ങളാരെയും ബോറടിപ്പിക്കണില്ല. നിങ്ങൾ തന്നെ പോയിട്ട് വ്യൂസൊക്കെ കണ്ടിട്ട് വരൂ. ഒരുപാട് നേരം അങ്ങനെ ഫോൾസൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളിവിടെ അടുത്തൊരു ഷോപ്പിംഗ് സെൻറ്റർ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ വന്ന് ഒന്ന് കയറി നോക്കുകയാണ് എന്താണ് അവിടെ ഉള്ളതെന്നൊക്കെ. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരുപാട് ഷോപ്പിംഗ് സെൻറ്റേഴ്സൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നല്ല നല്ല ഒരുപാട് കഫറ്റീരിയസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു ഈവനിങ് സ്നാക്ക് പോലെ കഴിക്കാൻ കയറിയതായിരുന്നു. സാധാരണ ഷോപ്പുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി എക്സ്പെൻസീവ് ആയിരുന്നു ഫുഡ്. എന്നാലും അത്യാവശ്യം നല്ല ടേസ്റ്റും ക്വാളിറ്റിയൊക്കെ തന്നെയുള്ള ഫുഡ് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഒരു വ്യൂ ഞങ്ങളുടെ കണ്ണിൽ പെട്ടത്. അതായത് കുറച്ചും കൂടി ഹൈറ്റിൽ നിന്ന് നമുക്ക് കാണാം. അപ്പോൾ അത് ഒരു വേറൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പക്ഷെ അതും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വേറൊരു സ്ഥലം കണ്ടുപിടിച്ചത്. ഞങ്ങൾ നേരത്തെ കയറി ഈ ബിൽഡിംഗ് ഇല്ലേ, ഇതിൻ്റെ ഏറ്റവും മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ അതിലൊരു അടിപൊളി വ്യൂ ഉണ്ട്. അപ്പോൾ അത് കാണാൻ എന്തായാലും ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും വീഡിയോയുടെ കൂടെ എന്തായാലും ഇടാം. ഞങ്ങളിവിടെ ഫോൾസ് ഒക്കെ കണ്ടു കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ക്രൂയിസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഫോളിൻ്റെ തൊട്ടടുത്ത് വരെ ബോട്ടിൽ ഇങ്ങനെ പോകാം. നല്ല രസമാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇന്നത് പോയിണ്ടായിരുന്നില്ല. അപ്പം ഇനി അതിന് പോകണം. വൈകിട്ട് 7:30 ഞങ്ങളത് ബുക്ക് ചെയ്തേക്കണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒരു കാർണിവൽ പോലെ നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് ഇവിടുത്തെ സ്ട്രീറ്റൊക്കെ നല്ല രസമുള്ള സ്ട്രീറ്റാണ്. അപ്പോൾ അതൊക്കെ പോയിട്ട് ഇനി കവർ ചെയ്യണം. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കാണാം. ഇവിടെ വന്ന് കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. അതായത് ഈ ക്രൂയിസ് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഉള്ള ഒരു ആ വിഷ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. ഇതിപ്പോൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പോലും അറിയില്ല. ആ വെള്ളത്തിൻ്റെ കളറും അതേപോലെ തന്നെ ഭയങ്കര ഒഴുക്കൊക്കെ ഉള്ള ഒരു ദിവസം കൂടിയായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഒരു നീലയും പച്ചയൊക്കെ കലർന്ന വെള്ളത്തിൽ ഇങ്ങനെ റെഡ് കളറിലെ ബോട്ടൊക്കെ വന്ന് നിൽക്കുമ്പോൾ അത് വല്ലാത്തൊരു ഫീലായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായത്. ഞാൻ കവർ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അടുത്തത് അമേരിക്കയുടെ ആണ് ഈ ബ്ലൂ കളറിലെ. നേരത്തെ വന്നു പോയത് കാനഡയുടെ ക്രൂയിസാണ്. അപ്പോൾ പിന്നെ അമേരിക്കയുടെ ഈ ബ്ലൂ കളറിലെ ക്രൂയിസ് വന്നപ്പോൾ ഞാൻ പിന്നെ അതും ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ ക്രൂയിസിൽ നിറച്ച ആൾക്കാരാണ്. ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നാലും അത്രയധികം ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഭയങ്കര ശരിക്കും എക്സൈറ്റഡ് ആയി. കാരണം ഈ ഒരു എക്സ്പീരിയൻസിനാണ് അടുത്തത് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാവും എന്നൊക്കെ അറിയാനുള്ള ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നത്. അടുത്തത് ഞങ്ങൾ പോണത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഏറ്റവും ഹൈറ്റിൽ നിന്ന് ഒരു അടിപൊളി വ്യൂ ഉണ്ടെന്ന്, അതിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് അങ്ങനെ ഏറ്റവും ടോപ്പിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂ. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച സ്റ്റാർ ഹോട്ടലിൻ്റെയൊക്കെ മുകളിൽ ഫോൾസ് വ്യൂ ഉള്ള റൂമൊക്കെ എടുത്തതിൽ അടിപൊളി വ്യൂസൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ ഞങ്ങളിപ്പോൾ ഈ ഓടിപ്പോണത് എങ്ങനെയാണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. അതായത് ഞങ്ങൾ ക്രൂയിസ് രാത്രി 7:30 ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് സമയത്തേക്കാണ് ഞങ്ങൾക്ക് ആ സമയത്ത് എത്താൻ പറ്റിയത്. അപ്പോൾ ജിബിനൊന്നും ശരിക്കും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ക്രിക്കറ്റ് മാച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ സമയത്താണ് എത്തിയത്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തും പോയി. അപ്പോൾ കിട്ടില്ല എന്നുള്ള ടെൻഷനിൽ വേഗം ആ അറ്റത്ത് നിന്ന് ഈ അറ്റത്തേക്ക് ഓടി നടക്കുകയാണ്. അങ്ങനെ അവസാനം ഞങ്ങൾക്ക് കറക്റ്റ് സമയത്ത് തന്നെ ക്രൂയിസൊക്കെ കിട്ടി. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ കാണുന്ന വ്യൂസ് ഇത് US നിന്നുള്ള ഫോൾസിൻ്റെ വ്യൂസാണ്. അപ്പോൾ അത് അടിപൊളി വ്യൂ ആയിരുന്നു.
അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അവിടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് തരും. എന്നിട്ട് ആ ഫോട്ടോയുടെ പിന്നിൽ കുറേ ആർട്ടിഫിഷ്യലായിട്ട് കുറേ ഫോൾസും കാര്യങ്ങളൊക്കെ വെച്ച് തരും. അപ്പോൾ ആ ഫോട്ടോയൊന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല. പക്ഷെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരിട്ട് ടിക്കറ്റൊക്കെ കാണിച്ച് ക്രൂയിസിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ അതിൽ കയറുന്നേക്കാളും മുന്നേ എല്ലാവർക്കും ഇതേപോലെ ഒരു റെയിൻ കോട്ട് പോലത്തെ ഒരു ഡിസ്പോസിബിൾ അതവർ തരുന്നുണ്ട് കേട്ടോ. കാരണം അതിൽ കയറുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് നനയൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ തന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ നേരെ എല്ലാവരും കൂടി കയറുകയാണ്. ഇതാണ് ഞങ്ങളപ്പോൾ കയറാൻ പോണ ക്രൂയിസ്. നേരം വൈകി ഓടിപ്പടഞ്ഞെത്തിയെങ്കിലും ഞങ്ങൾ കറക്റ്റ് സമയത്ത് എത്തി. ഇപ്പം എല്ലാവരും കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ ഭയങ്കര പൊട്ടമാണുണ്ട്. അതേ ആ സാധനത്തിൻ്റെ ഇപ്പം അതേടെ ഇതിലേ പോ. അനു അങ്ങനെ ഫൈനലി നമ്മളെത്തി. എത്തി എത്തി കഴിവാണ് നമ്മുടെ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ക്രൂയിസിലുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഒന്ന് പേടിച്ചു ഗൈസ്. ഞങ്ങളത് ബാക്കിലാണ് വന്ന് നിക്കണേന്ന് തോന്നുന്നുണ്ട്. ആ ഇതെന്റെ ഫ്രണ്ട് രക്ഷപ്പെട്ടു. അമേരിക്ക വഴി വയറ് നോക്കട്ടാ. തുടിക്കുന്ന തകതിമിതികൃതേ. അവിടെ നിന്ന് അമേരിക്കക്കാരൻ ഞങ്ങളെ നോക്കില്ലേ. മറ്റേതില്ലേ എടാ 2 countries പാട്ടോട് വേള വെള്ളത്തറ അങ്ങനെ നമ്മള് ഫോൾസിന്റെ തൊട്ട് താഴേക്കാണ് കേട്ടോ പോവാൻ പോണേ. ഇവിടെ എല്ലാരും ക്രൂയിസിൽ കയറി അതിങ്ങനെ അടുത്ത് കാണാൻ പോണേന്റെ സന്തോഷത്തിലൊക്കെ ഉണ്ട്. ഭയങ്കര അർമാദിക്കലാണ് എല്ലാരും. അതാരങ്ങനെ ഒരു വഴി വിട്ടത്. ഫോണിന്റെ റെക്കോർഡ് ബട്ടൺ ഓൺ ചെയ്യാണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യണം. ആദ്യത്തെ വ്ളോഗർ ഈശ്വര ഫോൾസ് ഒന്നും കാണില്ല കേട്ടാ. വെള്ളത്തൊരു പെണ്ണ് നയാഗ്ര ഫോൾസിൽ പോകുന്ന രീതിയില്ലേ. അപ്പൊ ഞങ്ങളിതാ റിട്ടേൺ പോയോണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് വണ്ടി തിരിച്ചു. ഭയങ്കരമായിട്ട് നനഞ്ഞിട്ട് കുറെയൊക്കെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ. ഇതെല്ലാരും നനഞ്ഞ് കുളിച്ച് ഈ പരിവായി. അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ റിട്ടേൺ തിരിച്ചു പോവാണ്. 20 മിനിറ്റ് ആണ് കേട്ടോ ടോട്ടല് ഇതിന്റെ ലെങ്ത്.
അങ്ങനെ ഫോൾസിൻ്റെ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇവിടെ അടുത്തുള്ള ഒരു കാർണിവൽ പോലത്തെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നല്ല അടിപൊളി ലൈറ്റിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. പിന്നെ ഹാലോവിൻ സ്പെഷ്യലായിട്ട് ഒരുപാട് ഇങ്ങനെ ഹോണ്ടഡ് ഹൗസുകൾ അങ്ങനത്തെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ സ്ട്രീറ്റിൽ കൂടിയൊക്കെ നടന്ന് അതൊക്കെ കാണുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്ന് നിന്ന് ഈ സ്ഥലത്ത് എന്തോ ഇങ്ങനത്തെ കുറേ തോക്കൊണ്ട് പിടി വയ്ക്കുന്ന കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരതൊക്കെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു വാക്സ് മ്യൂസിയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ ഭയങ്കര പൈസയാണ്. അപ്പോൾ വെറുതെ അത് കാണാൻ വേണ്ടി എത്ര പേർക്ക് ഞങ്ങൾക്ക് ചിലവാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിലൊന്നും കയറിയില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വാക്സ് മ്യൂസിയവും കാര്യങ്ങളൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം ഇതേ സെയിം ഹോണ്ടഡ് ഹൗസിൽ കയറി പേടിച്ച് വരച്ച ടീംസായിരുന്നു ഞങ്ങൾ. പക്ഷേ ഇപ്രാവശ്യം നല്ല ഷോക്കായി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഇവരൊക്കെ കയറിയത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസപ്പോയിൻമെൻറ്റാണ് അവരുടെ മുഖത്തൊക്കെ ഇന്നൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്തത് ഞങ്ങൾ ഇനി കാർ ഓടിക്കാൻ പോവുകയാണ്. അതായത് ഞാൻ ഇന്നേ വരെ ഇത് ട്രൈ ചെയ്തിട്ടില്ല. ഇവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ എനിക്കുള്ളൂ. എന്നാലും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് ഗോകാട്ടിൽ കയറി, അതായത് സ്പീഡ് ട്രാക്കില്ലേ അതിൽ കയറി വണ്ടി ഓടിക്കാൻ നിൽക്കുകയാണ്. വലിയതായിട്ട് അറിയൊന്നുമില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല രസമാണ് കേട്ടോ. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആവേശമായി. നല്ല വൈബ് ഉണ്ടായിരുന്നു. അങ്ങനെ അതിലും കയറിയതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഒരു 12 മണിയോടൊക്കെ അടുപ്പിച്ച് തിരിച്ചു പോരാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.